ലോകത്തിന് ഭാരതം സമ്മാനിച്ച് ഒരു പ്രസിദ്ധനായ ആത്മീയ നേതാവായിരുന്നു സ്വാമി ചിന്മയാനന്ദ. 1916 മെയ് 8 എറണാകുളം ജില്ലയിലെ പൂത്തമ്പള്ളി എന്ന ഒരു ഹിന്ദു നായർ കുടുംബത്തിലായിരുന്നു ജനനം. പൂർവ്വകാല പേര് ബാലകൃഷ്ണ മേനോൻ. പിതാവ് തൃശൂർ വടക്കേക്കുറുപ്പത്ത് കുട്ടൻ മേനോൻ. മാതാവ് പൂത്തമ്പള്ളി പാറുക്കുട്ടിയമ്മ. ബാലകൃഷ്ണ മേനോൻ എന്ന സാധാരണ മനുഷ്യനിൽ നിന്നും ലോകം ആരാധിക്കുന്ന ആത്മീയ ഗുരു സ്വാമി ചിന്മയാനന്ദയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്ര തികച്ചും അസാധാരണമായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ വളരെ രസികനും ജനപ്രിയനും മിടുക്കനുമായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ശ്രീരാമവർമ്മ ഹൈസ്കൂൾ കൊച്ചി, വിവേകോദയം സ്കൂൾ തൃശൂർ, മഹാരാജാസ് കോളേജ് എറണാകുളം, സെന്റ് തോമസ് കോളേജ് തൃശൂർ എന്നിവിടങ്ങളിലെ പഠനത്തിനു ശേഷം പിന്നീട് ലക്നൗ സർവകലാശാലയിൽ നിന്ന് സാഹിത്യത്തിലും നിയമത്തിലും ബിരുദവും നേടി. അതിനുശേഷം അദ്ദേഹം പത്രപ്രവർത്തകനായി ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സബ് എഡിറ്ററുടെ ജോലി ഏറ്റെടുത്തു. ഇന്ത്യയിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കാൻ തയ്യാറായ പത്രപ്രവർത്തകൻ എന്ന ഖ്യാതി അദ്ദേഹം നേടി. പഴയ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കുന്ന വളരെ മതപരമായ ഒരു ഹിന്ദു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. എന്നിരുന്നാലും ആചാരങ്ങളുടെ പിന്നാലെ യുക്തിയെ അവൻ നിരന്തരം ചോദ്യം ചെയ്യുകയും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംശയിക്കുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലത്ത് പല ഗുരുക്കന്മാരായും അദ്ദേഹം സമ്പർക്കം പുലർത്തിയിരുന്നു. ആ ചിന്തകൾ അദ്ദേഹത്തെ ഓർമ്മയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ മനുഷ്യർ ആയിരുന്നിരിക്കുമോ? അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ അവരുടെ പക്കലുണ്ടോ? അയാളുടെ യുക്തി വിളിച്ചു പറഞ്ഞു, ഇല്ല. ആ അന്വേഷണാത്മകത മേനോനെ എത്തിച്ചത് ഋഷികേശിലെ സ്വാമി ശിവാനന്ദയുടെ ആശ്രമത്തിലേക്കാണ്. മാർഗദർശന ധ്യാനങ്ങൾ, സന്ദർശകരെ അഭിവാദ്യം ചെയ്യൽ, ആശുപത്രി പരിപാലനം, ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതൽ, ആത്മീയ ഗ്രന്ഥങ്ങളിൽ പ്രഭാഷണം നടത്തൽ, ഭക്തർക്കൊപ്പം സായാഹ്ന ശുശ്രൂഷകൾ എന്നിവയിൽ മുഴുകിയിരുന്ന സ്വാമി ശിവാനന്ദയുടെ ചടുലമായ ജീവിതശൈലി തികച്ചും അമ്പരപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും ഒരു യഥാർത്ഥ സന്യാസിയായ സ്വാമി ശിവാനന്ദയുടെ പ്രചോദനവും സ്വാധീനവും അങ്ങനെയായിരുന്നു. ഇതിൽ പ്രചോദനമായി ബാലകൃഷ്ണ മേനോൻ തൻ്റെ മുൻകാല ലൗകിക ജീവിതശൈലി ഉപേക്ഷിച്ച് 1949 ഫെബ്രുവരി 26 ശിവരാത്രി നാളിൽ സ്വാമി ശിവാനന്ദയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചിന്മയാനന്ദൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് സ്വാമി ശിവാനന്ദ തൻ്റെ ആശ്രമം വിട്ട് മഹാനായ വേദാചാര്യനായ സ്വാമി തപോവനത്തിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ ശുപാർശ ചെയ്തു. സ്വാമി തപോവനം ഒരിടത്ത് അധികനേരം തങ്ങാത്ത ഏകാന്തനായിരുന്നു. ഹിമാലയൻ പർവ്വതനിരകളിൽ അദ്ദേഹം സമയം ചെലവഴിച്ചു. സ്വാമി തപോവനത്തിന് കീഴിൽ സ്വാമി ചിന്മയാനന്ദ തൻ്റെ ആത്മീയ പഠനത്തിലും ധ്യാന ജീവിതത്തിലും മുഴുകി. ഹിമാലയൻ പർവ്വതനിരകളുടെ ശാന്തതയിൽ സ്വാമി ചിന്മയാനന്ദ വെറും 2 വർഷത്തിനുള്ളിൽ ഒരു കാലത്ത് യുക്തിവാദിയായ സ്നേഹവാദിക്ക് ആന്തരിക സമാധാനവും ആത്മീയ പ്രബുദ്ധതയും ലഭിച്ചു. 1951 ഡിസംബറിൽ തെരുവിലെ സാധാരണ മനുഷ്യനെ ആത്മീയത പഠിപ്പിക്കാൻ സ്വാമി ചിന്മയാനന്ദ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി. പരമ്പരാഗതമായി പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പുരാതന ഭാഷയായ സംസ്കൃതത്തിൽ പുരോഹിതവർഗത്തിലെ പുരുഷാംഗങ്ങൾക്ക് മാത്രമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. എന്നാൽ സ്വാമി ചിന്മയാനന്ദ വർഗവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സ്വതന്ത്രമായും പരസ്യമായും പകർന്നു നൽകി. സ്വാമി ചിന്മയാനന്ദ തൻ്റെ ഭൗതിക വൈഭവം, ഉൾക്കാഴ്ച, ചിന്തകളുടെ വ്യക്തത എന്നിവയിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുകയും അവർക്ക് സാംസ്കാരികവും ആത്മീയവുമായ ഉണർവ് ഉണ്ടാക്കുകയും ചെയ്തു. 1953 സ്വാമി ചിന്മയാനന്ദയുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനുമായി ഉത്സാഹികളായ ഭക്തരുടെ ഒരു ചെറിയ സംഘം മദ്രാസിലെ ചിന്മയ മിഷൻ രൂപീകരിച്ചു. സംസ്കൃതത്തിൽ ചിന്മയ എന്നാൽ യഥാർത്ഥ അറിവ് എന്നാണ് അർത്ഥം. വളരെ വേഗം സ്വാമി ചിന്മയാനന്ദയുടെ മഹത്തായ ദർശനത്തിന് കീഴിൽ ചിന്മയ മിഷന്റെ പ്രവർത്തനങ്ങൾ കുതിച്ചുയർന്നു. ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 300 ചിന്മയ മിഷൻ സെന്ററുകളുണ്ട്. വേദാന്ത പഠനവും ആത്മീയ അറിവും ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ സാർവത്രിക സന്ദേശം എത്തിക്കാനായി വിദേശ രാജ്യങ്ങളായ US, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, ജപ്പാൻ, ഹോങ്കോങ്, ബാങ്കോക്ക്, സിംഗപ്പൂർ, മൗറീഷ്യസ്, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ പര്യടനം നടത്തി. സ്വാമി ചിന്മയാനന്ദ ദിവസവും 80-ലധികം കയ്യക്ഷര കത്തുകൾ അദ്ദേഹം എഴുതുമായിരുന്നു.
1993 ഓഗസ്റ്റ് 3 കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ വെച്ച് 77-ാം വയസ്സിൽ ശ്രീ ചിന്മയാനന്ദ സ്വാമികൾ സമാധിയായി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശിലെ ഹിമാലയൻ പർവ്വത താഴ്വരയിലെ ഒരു ചെറു പട്ടണമായ സിദ്ധബാരിയിലെ ആശ്രമത്തിൽ താമരയിൽ അടക്കം ചെയ്തു. സ്വാമി ചിന്മയാനന്ദ എന്ന മഹത് ഗുരു ഏവർക്കും ആത്മീയജ്ഞാനവും അതിലൂടെ ജീവിത പുരോഗതിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച പുണ്യാത്മാവ്. എല്ലാവരിലും ദൈവത്തെ കണ്ട് സ്നേഹനിർഭരമായ ഭക്തിയിലൂടെയുള്ള യാത്രയായിരുന്നു. ഇന്നും ഒരുപാട് പേരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി ആ ആത്മീയ തേജസ്.